പണിയെടുക്കാത്തവൻ പണിയെടുക്കുമ്പോൾ പണിയില്ലാത്തവന് പണി കിട്ടി ആറാട്ടെന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് എടുത്ത് കോണാക്കി. എന്റെ ഇവിടെ ചിറ്റാറാ അത്യാവശ്യം വീഡിയോസ് നമസ്കാരമുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കഥകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അതായത് നാട് നീളെ ഇലക്ഷൻ പ്രചരണമാണ്. പല രാഷ്ട്രീയ പാർട്ടികളും പല കാര്യങ്ങളും പല പ്രചരണങ്ങൾക്ക് നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായാലും നമ്മൾ ബുദ്ധിയോടുകൂടി വോട്ട് ചെയ്യാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീടിന്റെ അടുത്ത് വലിയ ദൂരം ഒരു 4 കിലോമീറ്റർ അപ്പുറത്തോട് ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്തു. വൈകുന്നേരമൊക്കെ ചൂടല്ലേ, ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ കുറച്ച് ടീമുകൾ വഴിയിലുണ്ടായിരുന്നു. അവരവരുടെ ഡ്യൂട്ടി ചെയ്യട്ടെ, കാര്യമൊക്കെ ചെയ്യട്ടെ. അപ്പൊ എന്തായാലും അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരിത്, പണിയെടുക്കാത്തവൻ പണിയെടുക്കുമ്പോൾ പണിയില്ലാത്തവന് പണി കിട്ടി ആറാട്ടെന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഇന്നലെ അവിടെ കണ്ടത്. അപ്പോൾ അതിനകത്ത് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്, നിങ്ങൾ എവിടെ പോവുക, എന്ത് ചെയ്യാൻ പോവുക എന്നൊക്കെ എങ്ങനെ ചോദിച്ചത്. അപ്പം ഞാൻ അന്നേരം നമ്മൾ അതിന് ക്യാൻസർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം വണ്ടിക്കകത്ത് പൈസ ഉണ്ടോ, ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ പോരെ എന്നുള്ളൊരു ഭാഷക്കാരനാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഇതെൻ്റെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നല്ലപോലെ പണിയെടുക്കട്ടെ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പണിയില്ലാത്തവർ പണിയെടുക്കുമ്പോഴേ പണി കിട്ടാത്തവന് പണിയില്ലാത്തവന് പണി കിട്ടി നല്ല ആറാട്ട് എന്ന രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഉഷാറായിട്ട് നടക്കട്ടെ. അപ്പോൾ അതോടൊപ്പം ഞാനൊരു കാര്യം കൂടെ പറയാനാണ് വന്നെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഇലക്ഷൻ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപ കിട്ടുന്ന ഒരു വകുപ്പുണ്ട്. അപ്പോൾ ആ വകുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന ഫ്ലെക്സുകളൊക്കെ കേരളത്തിലെ 3-4 ഏജൻസികൾക്ക് മാത്രമേ ഇതിനുള്ള ഇത് കിട്ടിയിട്ടുള്ളൂ. അതായത് ഫ്ലെക്സ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ചെയ്യാത്ത ഫ്ലെക്സുകളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവരിൽ നിന്ന് 1 ലക്ഷം രൂപ കിട്ടുന്ന ഒരു വകുപ്പുണ്ട്. അപ്പോൾ അത് ഇനിയും വരുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കണ്ടിട്ട് അത് പ്രകാരം നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. നമുക്ക് HRF-ലൂടെ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻസിന്റെ മാലിന്യമുക്ത ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കാളികളായാൽ ഒന്നാം സമ്മാനമായി നിങ്ങൾക്ക് കിട്ടുന്നത് 1 ലക്ഷം രൂപയും 5 പേർക്ക് മൊബൈൽ ഫോണും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഇലക്ഷൻ പ്രചാരണ ബോർഡുകളിലെ പ്രിന്റുകൾ സർക്കാർ കോടതി ഉത്തരവുകൾക്ക് അനുസൃതമാണോ എന്ന് പരിശോധിച്ച് ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുക. ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി അയക്കുന്നവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻസിന്റെ വക ഒന്നാം സമ്മാനമായി 1 ലക്ഷം രൂപയും 5 പേർക്ക് മൊബൈൽ ഫോണും. നിയമവിരുദ്ധ പ്രിന്റുകൾ എങ്ങനെ ഒന്നാം സമ്മാനമായി 1 ലക്ഷം രൂപയും 5 പേർക്ക് മൊബൈൽ ഫോണും. നിയമവിരുദ്ധ പ്രിന്റുകൾ എങ്ങനെ തിരിച്ചറിയുമെന്നല്ലേ? ഇലക്ഷൻ പ്രചാരണ ബോർഡുകളിലെ പ്രിന്റുകളിൽ ഇതേ രീതിയിൽ PVC ഫ്രീ, റീസൈക്കിൾ എന്ന ലോഗോ, പ്രിന്റിംഗ് യൂണിറ്റിന്റെ പേര്, ഫോൺ നമ്പർ, മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള മെറ്റീരിയൽ സർട്ടിഫിക്കറ്റിന്റെ QR കോഡ് എന്നിവ പൂർണ്ണമായും പതിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അതിലേതെങ്കിലും ഒന്ന് ഒഴിവാക്കിയതോ പൂർണ്ണമായും ഒഴിവാക്കിയതോ ആയ ബോർഡുകൾ കാണുകയാണെങ്കിൽ അത് നിയമവിരുദ്ധ ബോർഡുകളാണ്. ഇങ്ങനെയുള്ള നിയമവിരുദ്ധ ബോർഡുകൾക്കെതിരെ എങ്ങനെ പരാതിപ്പെടാമെന്നല്ലേ? ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും CVGIL എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ നൽകി സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്യുക. OTP ടൈപ്പ് ചെയ്ത പേര്, സ്ഥലം, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് എന്നിവയും ചേർക്കുക. സ്റ്റാർ ഇട്ടത് മാത്രം ചേർക്കാൻ നിർബന്ധമുള്ളൂ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് ചെയ്യുന്നതിനാൽ നിങ്ങളുടെ പേരും വിവരവും ആരും അറിയില്ല. അതിനുശേഷം ലോഗിൻ ചെയ്യുക. അതിലെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന് കൊടുത്ത് നിങ്ങൾ കണ്ടെത്തിയ നിയമവ്യവസ്ഥകൾ പാലിക്കാതെ സ്ഥാപിച്ച ബോർഡിന്റെ ഫോട്ടോ എടുത്ത് ശരി എന്ന് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിലെ താഴെയുള്ള ടൈപ്പ് സെലക്ട് ചെയ്ത് പോസ്റ്റേഴ്സ് ഓർ ബാനേഴ്സ് വിത്തൗട്ട് പെർമിഷൻ എന്ന് സെലക്ട് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കയറ്റുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. 100 മിനിറ്റിനുള്ളിൽ സ്റ്റാറ്റസിൽ ഡിസ്പോസ്ഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റി എന്നർത്ഥം. ഡിസ്പോസ് എന്നല്ലാതെ റിജക്ട് പോലുള്ളത് വന്നാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഈ മെയിലിലേക്ക് അയച്ചു നൽകാം. നിയമ നടപടി HRF സ്വീകരിക്കും. 100% കോട്ടണിൽ ഇതുവരെ PCB-യിൽ നിന്നും സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഉപയോഗിക്കുന്ന മുഴുവൻ തുണികളും നിരോധിച്ചവയാണ്. 5ഓളം വരുന്ന പോളി എത്തിലീൻ കമ്പനികൾക്കാണ് PCB-യിൽ നിന്നും സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഇതുപോലെ PCB-യുടെ വെബ്സൈറ്റിൽ നിന്നുമാണ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ആവേണ്ടത്. അതിനു പകരം ഈ രീതിയിൽ മറ്റേതെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയക്കാം. അവിടെ ഡിസ്ക്രിപ്ഷനിൽ നൽകേണ്ടത് ഈ രീതിയിലാണെന്ന് മാത്രം. ഇത്തരത്തിൽ നിയമപാലകരെ തെറ്റിദ്ധരിപ്പിക്കും വിധം QR കോഡ് പതിക്കുന്ന പ്രിന്റിംഗ് യൂണിറ്റിന്റെ ലൈസൻസ് തന്നെ റദ്ദ് ചെയ്യപ്പെടാനാണ് നിയമം അനുശാസിക്കുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് പ്രയോജനം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ രീതിയിൽ QR കോഡ് അടക്കം പതിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സർട്ടിഫൈഡ് ചെയ്ത പോളി എത്തിലീൻ ഉപയോഗിക്കുന്നതിലൂടെ ഇലക്ഷന് ശേഷം ഇവയെല്ലാം തദ്ദേശ സ്ഥാപനത്തിന്റെ ഹരിത കർമ്മസേനയ്ക്ക് നൽകും. അത് ക്ലീൻ കേരള അടക്കമുള്ള ഏജൻസികൾ വഴി കേരളത്തിലെ 120ഓളം വരുന്ന റീസൈക്ലിംഗ് യൂണിറ്റിലേക്കും അവിടെ നിന്ന് നിർമ്മിക്കുന്ന ഗ്രാനുവൽസ് 1000-ന് മുകളിൽ വരുന്ന നിർമ്മാണ യൂണിറ്റുകളിലെത്തി ചെടിച്ചെടി അടക്കമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുന്നു. അങ്ങനെ പരസ്യ പ്രചാരണ മേഖലയിൽ നിന്നുള്ള മാലിന്യം നമ്മുടെ നാടിന്റെ വരുമാന സ്രോതസ്സായി മാറുന്നു. HRF നാഷണൽ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് CR ശിവകുമാർ നിങ്ങളോട് സംസാരിക്കുന്നു.
ഹ്യൂമൻ റൈറ്റ് ഫൗണ്ടേഷൻ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച PVC ഫ്ലെക്സിനെതിരെയുള്ള കേസിൽ കേരള ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഇടക്കാല ഉത്തരവിൽ കൃത്യമായി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് AJ ദേശായിയും ജസ്റ്റിസ് VJ അരുണും ചേർന്ന് വ്യക്തമായി പറഞ്ഞു, PVC ഫ്ലെക്സിന് പുറമെ കൊറിയൻ ക്ലോത്ത്, പ്ലാസ്റ്റിക് കോട്ടഡ് ക്ലോത്ത്സ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി കേരള ഹൈക്കോടതിയുടെ ഇടക്കാല വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന കോടതിയുടെ ഉത്തരവുകളെ അവഹേളിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡെഫിനറ്റായിട്ട് ഞങ്ങൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിങ്സ് എടുത്തിരിക്കും. ഹ്യൂമൻ റൈറ്റ് ഫൗണ്ടേഷൻസിൻ്റെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ PVC ഫ്ലെക്സിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് നിരോധിക്കാൻ എന്തൊക്കെ ഈ നാടിന് നന്മ വേണ്ടി ചെയ്യാനാകുമോ അതെല്ലാം ഹ്യൂമൻ റൈറ്റ് ഫൗണ്ടേഷൻ ചെയ്തിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു. ഒന്നാം സമ്മാനം എങ്ങനെ നേടാമെന്നല്ലേ? ഇലക്ഷൻ അവസാനിച്ചതിന് പിറ്റേന്ന് ഏപ്രിൽ 27-ാം തീയതി ആപ്പിന്റെ ഇടതുവശത്ത് മുകളിലായുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് അതിലെ സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. അത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഈ കാണിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഗൂഗിൾ ഫോമിലൂടെ നിങ്ങൾ നൽകിയ പരാതിയുടെ സ്ക്രീൻഷോട്ട് അയച്ചു നൽകുക. അതിൽ നിന്നും ഏറ്റവും കൂടുതൽ പരാതി നൽകിയ ആളെ തിരിച്ചറിഞ്ഞ് ആപ്പിലൂടെ വെരിഫൈ ചെയ്ത് വിജയിയെ കണ്ടെത്തുന്നതാണ്. നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം HRF-ൽ നിക്ഷിപ്തമായിരിക്കും. ഏത് പാർട്ടി, ഏത് കമ്പനി എന്നുള്ളതല്ല, നിങ്ങളുടെ പരസ്യ പ്രചാരണങ്ങൾക്ക് മാലിന്യം സൃഷ്ടിക്കുന്ന തുണിയടക്കമുള്ള നിരോധിത വസ്തുക്കളാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമില്ല. നിങ്ങളുടെ ബോർഡുകളിൽ QR കോഡ് അടക്കമുള്ളവ പാലിച്ചിട്ടുണ്ടോ എന്ന് ഇനി ഞങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യും. ഈ വീഡിയോയുടെ ആദ്യ 20 സെക്കൻഡ് വീഡിയോ വാട്സാപ്പിൽ സ്റ്റാറ്റസായി വെച്ച് മാർച്ച് 31-ന് മുമ്പായി ഈ നമ്പറിൽ അയക്കുന്നവരിൽ നിന്നും ഏറ്റവും കൂടുതൽ വ്യൂ ലഭിച്ച ആൾക്ക് ഒരു മൊബൈൽ ഫോൺ സമ്മാനമായി നൽകുന്നു. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷനിൽ നിങ്ങൾക്കും അംഗമാകാം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാക്കാനായി നമുക്ക് അണിചേരാം ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻസിനൊപ്പം. എന്താ, നിങ്ങൾ റെഡിയല്ലേ?